കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി 3 ദിവസം കഴിയുമ്പോഴും അപകടത്തിന്റെ കാരണം അവ്യക്തം. ഫയർഫോഴ്സ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. തീപിടിച്ച കെട്ടിടത്തിന്റെ ഫയർ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്നാണ് കോർപ്പറേഷൻ സമ്മതിക്കുമ്പോഴും വീഴ്ചയിൽ എന്ത് നടപടിയെടുക്കുമെന്നതിൽ മറുപടിയില്ല. കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി 3 ദിവസം കഴിയുമ്പോഴും തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് ഇന്നലെ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലും തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയിരുന്നില്ല. കെട്ടിടത്തിൽ ഫയർ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചു എന്നും മേയർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, അത് സമ്മതിക്കുകയാണ്. അത് അപാകത ആണ് എന്നും നമ്മുടെ ഭാഗത്തുള്ളത് വീഴ്ചയാണെന്ന് സമ്മതിക്കുകയാണ്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംബന്ധിച്ചെന്ന് പരസ്യമായി വ്യക്തമാക്കിയെങ്കിലും വീഴ്ച പറ്റിയവർക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന ചോദ്യത്തിന് മാത്രം കോർപ്പറേഷന്റെ കയ്യിൽ ഉത്തരമില്ല. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇന്നും തുടരുകയാണ്. അതേസമയം പരിശോധന പൂർത്തിയാകുന്നതിനു മുൻപ് തന്നെ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന പോലീസിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് വന്നത് വിചിത്രമായിരുന്നു. മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അത് പുറത്തുവിട്ടിരുന്നില്ല. അതേ നിലപാട് തന്നെ ഇവിടെയും ആവർത്തിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ജനം, കോഴിക്കോട്.